നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ അറസ്റ്റ് അക്ഷരാർത്ഥത്തിൽ CPM-നെ പിടിച്ചു കുലുക്കുകയാണ്. ഈ അറസ്റ്റ് പാർട്ടി പ്രതീക്ഷിച്ചിരുന്നതായിരുന്നെങ്കിലും പത്മകുമാറിൻ്റെ അറസ്റ്റുണ്ടായാൽ അതിനെ തടയുക, അതല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം തടയുക അത്ര എളുപ്പമല്ലെന്ന് CPM-ന് നന്നായി അറിയാമായിരുന്നു. ഒരു കാലത്ത് VS അച്യുതാനന്ദൻ്റെ ഉറച്ച കോട്ടയായ പത്തനംതിട്ടയെ പിണറായിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ. കോന്നി MLA ആയിരുന്നു അദ്ദേഹം. 1991 കോന്നിയിൽ നിന്ന് മത്സരിച്ച് NDP സ്ഥാനാർത്ഥി രാമചന്ദ്രൻ നായരെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തുമ്പോൾ പത്മകുമാറിൻ്റെ പ്രായം കേവലം 34 വയസ്സായിരുന്നു. 2001 ആറന്മുളയിൽ കോൺഗ്രസിലെ മാലേത്ത് സരളാദേവിയോട് പരാജയപ്പെട്ടു. എക്കാലവും പത്മകുമാർ അറിയപ്പെട്ടിരുന്നത് പിണറായി വിജയൻ്റെ വിശ്വസ്തൻ എന്ന നിലയ്ക്കാണ്. പത്തനംതിട്ട ജില്ലയെ പിണറായിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിൽ എല്ലാ തന്ത്രവും രൂപകൽപ്പന ചെയ്തതും നടപ്പാക്കിയതും പത്മകുമാറായിരുന്നു. VS വിഭാഗത്തെ പത്തനംതിട്ടയിൽ വെട്ടിനിർത്തിയത് മറ്റാരുമല്ല. അങ്ങനെ വന്നപ്പോൾ 2016 പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ തൻ്റെ പത്തനംതിട്ടയിലെ പ്രതിപുരുഷനായ പത്മകുമാറിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം നൽകി. 2017 മുതൽ 2019 വരെ പത്മകുമാർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്നു. ആ കാലത്താണ് ശബരിമല സ്ത്രീപ്രവേശന വിവാദമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും പത്മകുമാറിനെ പിണറായി അന്നും കൈവിടാൻ ഒരുക്കമായിരുന്നില്ല. പത്മകുമാറിന് ശേഷം വാസു ദേവസ്വം ബോർഡ് അധ്യക്ഷനായി. പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും കാലത്താണ് ഇപ്പോൾ സ്വർണ്ണപ്പാളി വിവാദമെന്ന ഓമനപ്പേരിട്ട് നമ്മൾ വിളിക്കുന്ന സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള എല്ലാ അണിയറയും ഒരുങ്ങിയത്. പത്മകുമാർ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തും പിന്നീട് വാസു പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തും സ്വർണ്ണപ്പാളിയെ ചെമ്പെന്ന് മഹസറിൽ രേഖപ്പെടുത്തി പുറത്ത് കടത്തിയത് അക്കാലത്തായിരുന്നു. ഇവരുടെ അറിവോടെ തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ വാസുവിന് ശേഷം പത്മകുമാറിന് പിടിവീണിരിക്കുകയാണ്. ഈ ആഘാതം CPM-ന് ചില്ലറ പ്രക്ഷുബ്ധാവസ്ഥയൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും CPM-ന് അത് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു സംശയവുമില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് ADGP-യും ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP-യുമായ വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അറസ്റ്റ് നടത്തിയത്. അന്വേഷണ സംഘമാകട്ടെ ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായതുകൊണ്ട് സർക്കാരിനും പാർട്ടിക്കും ഇടപെടുക വയ്യ. അങ്ങനെ വരുമ്പോൾ വാസുവിനും അതിനുശേഷമുള്ള പത്മകുമാറിൻ്റെയും അറസ്റ്റ് CPM-നെ സംബന്ധിച്ചിടത്തോളം തലയ്ക്ക് അടികിട്ടിയ പോലെയാണ്. ഇനി ജനങ്ങൾക്ക് മുന്നിൽ എന്തു പറയും? ഇതാണ് CPM-നെ കുഴക്കുന്ന ചോദ്യം. BJP-യുടെയും അതുപോലെ തന്നെ UDF-ൻ്റെയും ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഈ അറസ്റ്റ് എന്ന് CPM വിലയിരുത്തുന്നുണ്ട്. പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്തയാളായിട്ടാണ് പത്മകുമാർ അറിയപ്പെട്ടിരുന്നത്. വാസു ഏതായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തടുത്തപ്പാണെങ്കിലും പത്മകുമാറാകട്ടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇതിനിടയിൽ അദ്ദേഹം BJP-യിലേക്കൊന്ന് ചാടിപ്പോകാൻ ശ്രമം നടത്തിയെങ്കിലും പിണറായി വിജയൻ ഇടപെട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച് ജില്ലാ കമ്മിറ്റി അംഗമായി നിലനിർത്തുകയായിരുന്നു. ഏതായാലും പത്മകുമാറിൻ്റെ അറസ്റ്റ് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഊരാക്കുടുക്കായി മാറുകയാണ്. ഈ ഊരാക്കുടുക്കിൽ നിന്നും തലയൂരുക അത്ര എളുപ്പമല്ല. കാരണം ഇനി കഷ്ടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഇനിയൊരു കഷ്ടിച്ച് 25 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. 25 ദിവസത്തിൽ താഴെയുള്ളൂ യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ അറസ്റ്റ് അലയടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. CPM ഒന്ന് കൈവിട്ട് കളിച്ചതാണ് ശബരിമലയിൽ പണി പാടാൻ കാരണമെന്നാണ് പാർട്ടിയുടെ അഭിപ്രായം, പാർട്ടിയുടെ വിലയിരുത്തൽ. ശബരിമല സ്ത്രീ പ്രവേശനം ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ CPM തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലാണ്. പത്മകുമാറിൻ്റെ അറസ്റ്റ്, പത്മകുമാർ പാർട്ടി നേതാവാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, പിണറായി വിജയൻ്റെ വിശ്വസ്തനാണ്, പത്തനംതിട്ട ജില്ലയിൽ പിണറായി സേനയുടെ പതാക വാഹകനാണ്. അതുകൊണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റ് അത്ര പെട്ടെന്ന് കൈകഴുകി കളയാവുന്ന ഒരു സംഭവമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും പിണറായി വിജയൻ CPM വെട്ടിലായി എന്ന് ഇതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി. പത്മകുമാറിൻ്റെ അറസ്റ്റ് CPM-നെ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം ഒരുപക്ഷെ നിയമസഭ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും ഒക്കെ അറസ്റ്റ് BJP-യും UDF-ഉം നന്നായി ഉപയോഗപ്പെടുത്തുമെന്നും CPM-ന് അറിയാം.